വർഷം കക്ഷത്തിലിരുന്ന ആ ഒരു കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയതിന്റെ കടിയാണ്, പച്ചയ്ക്ക് പറഞ്ഞാൽ കടിയാണ് ഈ കാണിക്കുന്നത് മുഴുവൻ. തിരുവനന്തപുരത്ത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് BJP പ്രവർത്തകരെ VK പ്രശാന്ത് ഇതുപോലെ സ്പെഷ്യൽ ഇൻട്രസ്റ്റിന്റെ പേരിൽ റൌഡി ലിസ്റ്റിൽ അടക്കം പെടുത്തിയിട്ടുണ്ട് പോലീസുകാരെ കൊണ്ട് എന്നതറിയാൻ സാധിക്കും. ഇതിലെല്ലാം വാദി ഭാഗത്തുള്ളത് CPM കാരാണ്. ഈ കേസ് രാഷ്ട്രീയമല്ലേ? സുഗതനേക്കാൾ വലിയ എത്ര ക്രിമിനലുകളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർ CPM-ലുണ്ട്. ഇല്ലെന്ന് നിങ്ങൾ പറയുമോ? കാരായ രാജനെ അടക്കം കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതും വിജയിപ്പിച്ചതും ആരാണ്? സുഗതനെ കൗൺസിലർ സ്ഥാനത്ത് നിന്നും തട്ടിക്കളഞ്ഞാൽ ഈ ഭരണസമിതി താഴെ വീഴുകയും വീണ്ടും ഒരു ഇലക്ഷന് സാധ്യത ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് ഇവിടത്തെ പ്രൈം ആയിട്ടുള്ള ഒരു സംഗതി. ഞാനിവിടെ പറയാൻ പോകുന്നത് BJP കൗൺസിലറായ തിരുവനന്തപുരത്തെ സുഗതന്റെ കേസുമായി ബന്ധപ്പെട്ടാണ്. സുഗതനെതിരെ വലിയ രീതിയിലുള്ള ആർപ്പുവിളികൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് നമ്മളെല്ലാവരും കണ്ടല്ലോ ഈ 2 ദിവസത്തിനുള്ളിൽ. ഈ കേസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയൊരു ഭീകരവാദിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെയാണ് സുഗതനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. വീണ്ടും അത് കാണിച്ച് വീഡിയോ ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പാതിരാത്രി വീട് വളഞ്ഞ് സുഗതനെ മുകളിലേക്ക് വെടിവെച്ച് പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു അല്ലെ. ഇതുവരെ ഈ കേരളത്തിൽ എത്ര വലിയ കുറ്റകൃത്യം ചെയ്ത, അത് 2 പേരുടെ തല തല്ലിപ്പൊളിച്ച ചെന്താവരെ പോലും ഈ രീതിയിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടില്ല. ഒരു കാരണവശാലും പോലീസിന് ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കാനുള്ള ധൈര്യം ഇതിനു മുമ്പ് വരെ ഉണ്ടായിട്ടില്ല. ഈ പെർട്ടിക്കുലർ കേസിൽ എന്തുകൊണ്ടാണ് ഈ ധൈര്യം ഉണ്ടായത് എന്നതാണ് ആദ്യമായിട്ട് എന്നെ ചിന്തിപ്പിച്ചൊരു സംഗതി. ഞാൻ പ്രോബബ്ലി ഈ കേസിന്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പ്രകാരം കൗൺസിലർ സുഗതൻ കാപ്പ കേസിൽ പ്രതിയാണ്. എങ്ങനെയാണ് കാപ്പ കേസിൽ ഒരാൾ പ്രതിയാവുന്നത്? 4 ക്രിമിനൽ കേസ് അല്ലെങ്കിൽ അതിലധികം ക്രിമിനൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തി സമൂഹത്തിന് ആപത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കളക്ടറെ കാപ്പ ചുമത്തുന്നു. കാപ്പ ചുമത്തി കഴിഞ്ഞാൽ അയാളെ നാട് കടത്താനായിട്ട് ഉത്തരവിടും. ഈ നാട്ടിൽ നിന്ന് വേറെ നാട്ടിൽ പോയി ആ നാട്ടിൽ കുഴപ്പമില്ല എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും പറയണ്ട, കാപ്പ ഇങ്ങനെയാണ്. അപ്പോ ഈ കളക്ടർ നേരിട്ട് ചെന്ന് കാപ്പ ചുമത്തുന്ന വ്യക്തി ഈ കാപ്പ ചുമത്തുന്ന രീതിയിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളാണോ എന്ന് നോക്കാറില്ല. മറിച്ച് പോലീസ് നൽകുന്ന ആ ഒരു റിപ്പോർട്ട് വെച്ചിട്ടാണ് കാപ്പ ചുമത്തുക. പോലീസ് നൽകിയ റിപ്പോർട്ടിൻ പ്രകാരം സുഗതൻ പോലീസിന്റെ റൌഡി ലിസ്റ്റിൽപ്പെട്ട വ്യക്തിയാണ്. പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ എങ്ങനെയാണ് ഒരാൾ ഉൾപ്പെടുന്നത്? തുടർച്ചയായിട്ട് കേസുകൾ വരുന്ന ഒരു വ്യക്തിയെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്താം, ഉൾപ്പെടുത്താതിരിക്കാം. അത് പോലീസിന്റെ വിവേചന അധികാരത്തിനുള്ളിൽ വരുന്ന സംഗതിയാണ്. ഇവിടെ ഞാൻ സുഗതൻ പ്രതിയായ കേസുകൾ ആരൊക്കെ കൊടുത്തതാണ് എന്നത് മാത്രം എയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ കേസുകളെ പറ്റി നോക്കാം. ആദ്യത്തേത് മുൻ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനെ വഴി തടഞ്ഞ കേസാണ്. അപ്പോൾ വാദിഭാഗത്താരാണ്? VK പ്രശാന്ത്. സംഭവം വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനെ വഴി തടയുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് സുഗതനെതിരെ കേസെടുത്തിരുന്നു. ഈ കേസും അയാളുടെ ക്രിമിനൽ ഹിസ്റ്ററിയുടെ ഭാഗമായി കാപ്പ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഒരു ജനപ്രതിനിധി ഭരിച്ചുകൊണ്ടിരിക്കെ പ്രതിപക്ഷത്തിരിക്കുന്ന വ്യക്തികൾ അയാളെ വഴി തടയുക, കരിങ്കൊടി കാണിക്കുക, പ്രതിഷേധം നടത്തുക, സമരം നടത്തുക എന്നതൊക്കെ പുതിയൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ചെയ്ത ഒരു വ്യക്തിയെ വധശ്രമത്തിൽ ഉൾപ്പെടുത്തുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? തിരുവനന്തപുരത്ത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് BJP പ്രവർത്തകരെ VK പ്രശാന്ത് ഇതുപോലെ സ്പെഷ്യൽ ഇൻട്രസ്റ്റിന്റെ പേരിൽ റൌഡി ലിസ്റ്റിൽ അടക്കം പെടുത്തിയിട്ടുണ്ട് പോലീസുകാരെ കൊണ്ട് എന്നതറിയാൻ സാധിക്കും. 3 വധശ്രമ കേസുകൾ കൂടി ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 2026 വെള്ളൈക്കടവ് ക്ഷേത്രോത്സവ വധശ്രമ കേസ്, അവസാനത്തെ കേസ്. വട്ടിയൂർക്കാവ് വെള്ളൈക്കടവ് ഭഗവതി ക്ഷേത്രത്തിനിടെ CPM BJP പ്രവർത്തകർ തമ്മിലുണ്ടായ വലിയ രാഷ്ട്രീയ സംഘർഷമാണിത്. ഈ അടിപിടിയിൽ CPM പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് കാണിച്ച് വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സുഗതനാണ് 1ാം പ്രതി. ഈ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് ഇപ്പോഴത്തെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഈ കേസിലെ മുൻകൂർ ജാമ്യം തള്ളി 6ാം തീയതി ഹാജരാകണം എന്ന് പറഞ്ഞ് സുഗതന് നോട്ടീസ് കൊടുത്തു. സുഗതൻ തിരിച്ചെന്ത് ചെയ്തു? അദ്ദേഹം ചിക്കൻ ബോക്സ് പിടിച്ച് ഹാജരാകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. വീട്ടിൽ തന്നെയായിരുന്നു. ചിക്കൻ ബോക്സ് വന്നാൽ എത്ര നാൾ ഒരാൾ വീട്ടിലിരിക്കണം? മിനിമം 10 ദിവസം വീട്ടിലിരിക്കണം അല്ലെ? ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും അറിയാം അതൊരു സാംക്രമിക രോഗമാണ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് ഇടപെടുന്ന എല്ലാ വ്യക്തികൾക്കും ഈ അസുഖം വരും. അതുകൊണ്ട് തന്നെ തനിക്ക് ചിക്കൻ ബോക്സ് ആണെന്നും അതിനാൽ 6ാം തീയതി വരാൻ ഹാജരാകാൻ സാധിക്കില്ലെന്നും പറഞ്ഞ് സുഗതൻ കൊടുത്ത നോട്ടീസ് എവിടെ? ഇത് കോടതിയിൽ എത്തിയിട്ടില്ല. കോടതി ഇദ്ദേഹം ഹാജരാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഹാജരായില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത് ഒരു നോർമൽ സംഗതിയാണ്, ഹാജരായില്ലെങ്കിൽ. പക്ഷേ ഹാജരാകില്ല എന്നതിന് തക്കതായ ഒരു കാരണം ബോധിപ്പിച്ചിട്ടും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ ഒരു കോടതിയും നിൽക്കാറില്ല. ഈ ബോധിപ്പിച്ചത് എന്തുകൊണ്ടാണ് കോടതിയിൽ എത്താതിരുന്നത്? കോടതിയിൽ നിന്നും പോലീസ് എന്തിനു വേണ്ടിയാണ് അറസ്റ്റ് വാറണ്ട് വാങ്ങിയത്? ഈ ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇനി ബാക്കി കേസുകളും കൂടി നോക്കാം. വട്ടിയൂർക്കാവ് മലമുകൾ രാഷ്ട്രീയ സംഘർഷ കേസ്. വട്ടിയൂർക്കാവ് മലമുകളിൽ വെച്ച് മുൻപുണ്ടായ മറ്റൊരു രാഷ്ട്രീയ തർക്കമാണിത്. പ്രദേശത്തെ DYFI CPM പ്രവർത്തകരുമായി BJP പ്രവർത്തകർ തെരുവിൽ ഏറ്റുമുട്ടിയിരുന്നു. അന്ന് മാരകായുധങ്ങളുമായി വന്ന് CPM പ്രവർത്തകരെ ആക്രമിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാരോപിച്ചാണ് പോലീസ് സുഗതനെതിരെ 2ാമത്തെ വധശ്രമ കേസെടുത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമ കേസ്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷവും വട്ടിയൂർക്കാവ് വാഴാട്ടുകോണം മേഖലയിൽ CPM BJP പ്രവർത്തകർ തമ്മിൽ നിരന്തരം സംഘർഷങ്ങൾ നിലനിന്നിരുന്നു. രാഷ്ട്രീയ മേധാവിത്വം സ്ഥാപിക്കുന്നതിനായി CPM നേതാക്കളെയും പ്രവർത്തകരെയും വഴിതടഞ്ഞു മർദ്ദിച്ചു എന്ന പരാതിയിലാണ് 3ാമത്തെ വധശ്രമ കേസ് രജിസ്റ്റർ ചെയ്തത്.
ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതിലെല്ലാം വാദി ഭാഗത്തുള്ളത് CPM കാരാണ്. ഈ കേസ് രാഷ്ട്രീയമല്ലേ? സുഗതനേക്കാൾ വലിയ എത്ര ക്രിമിനലുകളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർ CPM-ലുണ്ട്. ഇല്ലെന്ന് നിങ്ങൾ പറയുമോ? കാരായി രാജനെ അടക്കം കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതും വിജയിപ്പിച്ചതും ആരാണ്? സമരം ചെയ്യുന്നത് വെച്ചും വഴി തടയുന്നത് വെച്ചും വധശ്രമം എടുക്കാനാണെങ്കിൽ CPM-ലുള്ള ഒറ്റൊരാളും ഇപ്പൊ റോഡിൽ ഇറങ്ങി നടക്കില്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്തില്ല. ഇനി സ്ത്രീകൾക്കെതിരെ അശ്ലീലം പറഞ്ഞു, വീട് കയറി ആക്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കൂടി ഇദ്ദേഹത്തിനെതിരെ കേസുണ്ട്. അങ്ങനെ കൂടിയാണ് റൌഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയും വാദിഭാഗം ആരാണെന്ന് നിങ്ങൾക്ക് കേൾക്കണോ? വട്ടിയൂർക്കാവ് മേഖലയിൽ മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും ഉണ്ടായ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ തുടർച്ചയാണിത്. പ്രദേശത്തെ CPM അനുഭാവികളുടെയോ പ്രവർത്തകരുടെയോ വീടുകളിൽ രാഷ്ട്രീയ തർക്കങ്ങളെ തുടർന്ന് അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചു എന്ന പരാതിയിലാണ് വട്ടിയൂർക്കാവ് പോലീസ് ഈ കേസെടുത്തത്. സ്ത്രീകളെ അശ്ലീലം പറഞ്ഞ കേസ്. സമരങ്ങളും തർക്കങ്ങളും, വഴിതടയൽ സമരങ്ങളോ അല്ലെങ്കിൽ വാർഡ് തലത്തിൽ നടക്കുന്ന വികസന തർക്കങ്ങളോ ഉണ്ടാകുമ്പോൾ ജനപ്രതിനിധികൾ തമ്മിലോ പ്രവർത്തകർ തമ്മിലോ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരമൊരു രാഷ്ട്രീയ തർക്കത്തിനിടയിൽ LDF കൗൺസിലർമാർക്കോ അല്ലെങ്കിൽ CPM വനിതാ പ്രവർത്തകർക്കോ നേരെ അശ്ലീലമായ പ്രയോഗങ്ങൾ നടത്തി അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് കാണിച്ച് നൽകിയ പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ കേസുകളിലെല്ലാം വാദികൾ CPM ഭാഗത്തു നിന്നുള്ളവരാണ്. രാഷ്ട്രീയക്കാർ തമ്മിൽ തെരുവിൽ ഉണ്ടാകുന്ന ഇത്തരം സാധാരണ അടിപിടികളും വാക്ക് തർക്കങ്ങളും പോലീസ് രേഖകളിൽ എത്തുമ്പോൾ വീട് കയറി ആക്രമിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ കടുത്ത നിയമവകുപ്പുകളായി മാറുന്നു. സാധാരണയായി ഇത്തരം കേസുകൾ രാഷ്ട്രീയ പാർട്ടികൾ പിന്നീട് ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാക്കുകയോ അല്ലെങ്കിൽ കോടതികളിൽ വർഷങ്ങളോളം നീണ്ടുപോവുകയോ ആണ് ചെയ്യാറുള്ളത്. എന്നാൽ പോലീസ് ഈ കേസുകളെല്ലാം ഒന്നിച്ചു ചേർത്ത് സുഗതനെ ഒരു സ്ത്രീധം ക്രിമിനലായി ചിത്രീകരിക്കാൻ ഉപയോഗിച്ചു എന്നതാണ് BJPയുടെ വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിന് കാരണം. ഇതാണ് ഭരണസ്വാധീനം ഉപയോഗിച്ച് പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന് അവർ ആരോപിക്കുന്നത്. അവരുടെ ആരോപണം മാത്രമാണോ? നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഈ SHO വിപിനെതിരെ മലമുകളിൽ വെച്ചിട്ടുണ്ടായ ആ ഒരു ക്ഷേത്രത്തിലെ അടിപിടി കേസിന്റെ പേരിൽ ഓൾറെഡി BJP കേസ് കൊടുത്തിട്ടുള്ളതാണ്. മലമുകളിൽ വെച്ച് പോലീസിനെയൊക്കെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൃത്യമായിട്ട് വാർത്ത കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റും. CPM-കാരാണ് അന്ന് സംഘർഷം ഉണ്ടാക്കിയത്, BJP-കാരാണ് പോലീസുകാരെ രക്ഷിക്കാൻ വരെ ശ്രമിച്ചത്. എന്നിട്ട് കേസ് നേരെ തിരിഞ്ഞ് BJP-കാരുടെ പേരിൽ കേസായി. സുഗതനെ അതിൽ ഒന്നാം പ്രതിയാക്കി. ഈ സുഗതനെ മാറ്റി നിർത്തുന്നതിന്റെ പിന്നിൽ മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇപ്പോ തിരുവനന്തപുരം ഭരിക്കുന്ന ഭരണസഭ BJPയുടെ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഭരണസമിതി ജയിച്ച് വന്നപ്പോഴേക്ക് LDF-ഉം UDF-ഉം ചേർന്ന് ഒരു ഡീൽ ഉണ്ടാക്കിയിരുന്നു. ഡീൽ എന്താണെന്ന് വെച്ചാൽ CPM തന്നെ വീണ്ടും കോർപ്പറേഷൻ ഭരിക്കും. 45 വർഷമായിട്ട് അവരാണല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്. UDF CPM-ഉമായിട്ട് കൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനം തന്നേക്കാം എന്നതാണ്. എന്നാൽ അന്ന് UDF അതിന് കൈ കൊടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ LDF-ന്റെ കൂടെ നിന്ന് നമ്മൾ BJP-നെ തോപ്പിക്കാൻ വേണ്ടിയുള്ള കളി കളിച്ചാൽ അത് ജനങ്ങൾക്ക് മനസ്സിലാവുകയും ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യും എന്ന് ഭയന്ന് UDF അത് ചെയ്തില്ല. അങ്ങനെയാണ് BJP ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. സുഗതനെ കൗൺസിലർ സ്ഥാനത്ത് നിന്നും തട്ടിക്കളഞ്ഞാൽ ഈ ഭരണസമിതി താഴെ വീഴുകയും വീണ്ടും ഒരു ഇലക്ഷന് സാധ്യത ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് ഇവിടത്തെ പ്രൈം ആയിട്ടുള്ള ഒരു സംഗതി. 45 വർഷം കക്ഷത്തിലിരുന്ന ആ ഒരു കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയതിന്റെ കടിയാണ്, പച്ചയ്ക്ക് പറഞ്ഞാൽ കടിയാണ് ഈ കാണിക്കുന്നത് മുഴുവനും. എങ്ങനെയാണ് സുഗതന്റെ പേര് റൌഡി ലിസ്റ്റിൽ വന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തപ്പെട്ടത്? ഇത് അന്വേഷിക്കേണ്ടതുണ്ട്. CPM പ്രവർത്തകർക്കെതിരെ വരുന്ന എല്ലാ കേസുകളും രാഷ്ട്രീയപരമായി ഇങ്ങനെ ഉപയോഗിക്കാനാണെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാം, അല്ലെ? UDF-കാർക്ക് ഉപയോഗിക്കാം, BJP-കാർക്ക് ഉപയോഗിക്കാം, എല്ലാവർക്കും ഉപയോഗിക്കാം. നമുക്കറിയാം കേരള പോലീസിൽ CPM-ന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അവരുടെ ആ ഒരു സംഘടന, പോലീസിന്റെ സംഘടനയടക്കം CPM-ന്റെ ചായ്വുള്ള സംഘടനയാണ് താൻ. അതുകൊണ്ടൊക്കെ തന്നെ സുഗതനെതിരെ ഈ വന്നിരിക്കുന്ന കേസുകളെല്ലാം രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ്. ഞാൻ ഈ വായിച്ച കേസുകളല്ല, അല്ലാതെ വേറെയാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഇതുവരെ വാർത്താ മാധ്യമങ്ങളിൽ കൃത്യമായി എന്ത് കേസിന്റെ പേരിലാണ്, എന്താണ് കേസ്, ആരാണ് വാദി, പ്രതി സുഗതനാണെന്ന് നമുക്കറിയാമല്ലോ, ഇതേപ്പറ്റി കൃത്യമായൊരു വിവരണം നൽകുന്നില്ല. ഗൂഗിളിൽ അടിച്ച് നമ്മൾ കുത്തി ചോദിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാനിപ്പോ വായിച്ചത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സുഗതനെ തൂക്കിക്കൊല്ലണോ? തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ ഇവർക്ക് സമാധാനമാകുമോ? എത്ര ക്രിമിനലുകളെ വെച്ച് പൊറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇതിനെതിരെ ഘോരം പ്രസംഗിക്കുന്നത്. ഇത് വളരെ ചീപ്പ് കളിയല്ലേ? ജനങ്ങളെ തുരക്കാൻ പറ്റാത്തതിന്റെ കടി തന്നെയല്ലേ ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? തുടർന്ന് കാണുക പോളി ന്യൂസ്.